പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മുഖ്യ പരിശീലകനായിരുന്ന മിഗായിൽ സാറെ ബ്ലാസ്റ്റേഴ്സ് വിട്ടതിനു ശേഷമുള്ള ആദ്യത്തെ മത്സരത്തിനായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഇറങ്ങിയത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു ഇന്നലെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയത്. ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി നോവാ സദോയും അതുപോലെ തന്നെ അലക്സാന്ദ്രെ കൊയഫും അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിന്റെ ഗോൾ കീപ്പറിന്റെ ഒരു സെൽഫ് ഗോളുമാണ് ഇന്നലെ നമ്മൾ കണ്ടത്. ഇന്നലെ മികച്ചൊരു മത്സരം തന്നെ ഇതിലെ ബ്ലാസ്റ്റേഴ്സിൽ നിന്നും നമുക്ക് കിട്ടുകയും ചെയ്തു. എന്നാൽ ഇന്നലത്തെ മത്സരത്തിന് ശേഷം നോവാ സദോയി പറഞ്ഞ ചില കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാനായിട്ട് പോകുന്നത്. ഇതിൽ നോവാ സദോയി പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെയാണ്: ഞങ്ങളെ ഒരാഴ്ച കൊണ്ട് മനസ്സിലാക്കിയെടുത്ത ഞങ്ങളുടെ പുതിയ കോച്ചായ, അതായത് താൽക്കാലികമായി ബ്ലാസ്റ്റേഴ്സിനെ ഇപ്പോൾ കൊണ്ടുവന്ന കോച്ചായ തോമസിന് 1000 നന്ദി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് നോവാ സദോയി ഇന്നലെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആരംഭിച്ചത്. അദ്ദേഹം ഒരാഴ്ച കൊണ്ട് ഞങ്ങളെ പഠിക്കുകയും ഞങ്ങളുടെ കളിരീതികൾ മനസ്സിലാക്കുകയും ഞങ്ങളെ നല്ലതുപോലെ കളിക്കാനായി ഇറക്കുകയും ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. ഞങ്ങൾക്കിപ്പോൾ 1000 നന്ദി ഈ പരിശീലകനിലുണ്ട് എന്നുള്ളൊരു കാര്യവും കൂടി ഇപ്പോൾ നോവാ സദോയി എടുത്തു പറയുന്നുണ്ട്. ഇനിയുള്ള മത്സരങ്ങളിലും ഇങ്ങനെയുള്ള വിജയങ്ങൾ തുടരാൻ ഞങ്ങൾ ശ്രമിക്കും എന്നുള്ളൊരു കാര്യവും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്നാലും അടുത്ത മത്സരത്തിലും വിജയിക്കാൻ തന്നെയായിരിക്കും ഞങ്ങളുടെ ലക്ഷ്യം എന്നുള്ള കാര്യവും ഇപ്പോൾ നോവാ സദോയി എടുത്തു പറയുന്നുണ്ട്. കൂടാതെ ഗോൾ നേടാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ടെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇപ്പോഴത്തെ താൽക്കാലിക പരിശീലകനായ തോമസ് എന്ന് പറയുന്ന റിസർവ് ടീമിൻ്റെ പരിശീലകന് 1000 നന്ദി പറയുകയാണ് നോവാ സദോയി ഇവിടെ ചെയ്യുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇനിയുള്ള മത്സരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സിന് മികച്ച പ്രകടനം നടത്തിക്കൊണ്ട് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്കിപ്പോൾ ആശംസിക്കാം. എന്തായാലും ഇന്നലത്തെ മത്സരം വിജയിച്ചതോടുകൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് സാധ്യതകൾ വീണ്ടും അടുത്തേക്ക് വരുന്നു എന്നുള്ള സൂചന തന്നെയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്.